ഹായ്, ഏവർക്കും സ്നേഹവന്ദനം. നമ്മുടെ ജീവിതത്തിൽ നിത്യം നടക്കുന്ന ഓരോ കാര്യങ്ങളും പ്രയാസങ്ങളും ഭാരങ്ങളും ഒക്കെ നമ്മൾ ചിന്തിച്ച് നമ്മളെന്താവും ഏതാവും എന്നൊക്കെ ചിന്തയിലാണ് നമ്മളെപ്പോഴും. പക്ഷേ നമ്മൾ ദൈവത്തോട് നമുക്ക് വേണ്ടി മരിച്ച കർത്താവ്, ക്രൂശിക്കപ്പെട്ട ആ കർത്താവിനോട് നമ്മളെപ്പോഴും എടുത്ത് നമ്മൾ ദൈവത്തിനോട് ഓരോ കാര്യം നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ശബ്ദം കേൾക്കുവാനും നമ്മളെ കണ്ണീര് കാണുവാനും നമുക്ക് മറുപടി തരുവാനും നമുക്ക് സമാധാനം തരുന്ന ദൈവം നമ്മളെ കൂടെയുള്ളപ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ കാണുന്ന ഒന്നുമല്ല എന്ന് ദൈവത്തിനോട് നമുക്ക് എപ്പോഴാ കിട്ടുന്ന ആ വാഗ്ദത്തം ഉണ്ടല്ലോ, ഉറപ്പുണ്ടല്ലോ. നമ്മൾ നിത്യം നമ്മളെ സമാധാനവും സന്തോഷവും നമുക്ക് എന്തെന്നില്ലാത്തൊരു സ്നേഹം അദ്ദേഹത്തോട് ചേരുമ്പോഴാണ് ആ കിട്ടുന്ന സ്നേഹം. ദൈവത്തോട് എത്രത്തോളം നമ്മൾ സ്നേഹിക്കുന്നുവോ അത്രത്തോളം ദൈവം നമ്മളെ സ്നേഹിക്കുകയും നമ്മളെ മാനിക്കുകയും നമ്മളെ ഉയർത്തുകയും ചെയ്യും. പക്ഷേ ഈ ഭൂമിയിൽ ഉയരത്തിലുള്ളത് നിങ്ങൾ അന്വേഷിപ്പിൻ, ഭൂമിയുള്ളതും നിങ്ങൾ അന്വേഷിക്കരുത് പറഞ്ഞേ. ഉയരത്തിലുള്ളത് അന്വേഷിക്കുക. അപ്പോൾ ഉയരത്തിലെന്ന് പറഞ്ഞത് നമ്മൾ പോകുന്ന ശ്വാസം അവിടത്തേക്കാണ്. അപ്പോൾ അതുവരെ നമുക്ക് സകലതും ഒരുക്കി വെച്ചിട്ടാണ് നമുക്കിവിടെ ഭൂമിയിലേക്ക് ഇറക്കിയെത്തുന്നത്. നമ്മുടെ അമ്മയുടെ ഉദരത്തിലാകുമ്പോഴേ ദൈവം നമുക്കെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഓരോരുത്തരെ ഹൃദയം ദൈവം തൂക്കി നോക്കുന്നുണ്ട്. ഓരോരുത്തർ എന്താവും ഏതാവും എങ്ങനെയാവും, ഞാൻ അവരുടെ നന്മകൾ അല്ലെങ്കിൽ ഒക്കെ ദൈവം അറിയാം. പക്ഷേ ഈ നന്മ എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയുള്ള നന്മകളല്ല. നമ്മൾ ഇവിടുന്ന് വിട്ടുപോയാലും നമുക്ക് ആത്മീയ ഒരു നന്മയുണ്ട്. ആ ദൈവത്തിനോടുള്ളൊരു വസിപ്പാനുള്ളൊരു നന്മയുണ്ട്. ദൈവത്തോട് വീണ്ടും നമുക്കൊരു സ്നേഹിക്കാനും ദൈവത്തോട് കൂടി നമുക്ക് ഇപ്പം ദുഷ്ടന്മാരുടെ ഈ മഴ പെയ്യുന്നുണ്ടല്ലോ, ദുഷ്ടന്മാരുടെ നീതികെട്ടന്മാരുടെ മേലെ ഒരുപോലെ മഴ പെയ്യുന്നില്ലേ, നീതിമാരുടെ മേലെ നീതികെട്ടവരുടെ മേലെ മഴ പെയ്യുന്നില്ലേ. അപ്പോൾ അതുപോലെ നിങ്ങൾക്കും എന്നോട് കൂടെ പെയ്യിക്കാമെന്ന് ദൈവം പറഞ്ഞത്. എന്നോട് ചേരുവേ, അതുപോലെ നിങ്ങൾക്കും അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞത്. അപ്പോൾ അത്രയും ദൈവം നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ദൈവത്തിൻ്റെ സിംഹാസനത്തിലിരിക്കാനുള്ള അധികാരം തരുന്നുണ്ട്. അത് ദൈവത്തിനോട് ചേരുമ്പോഴാട്ടോ. അതാണ് ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്ന ഒരു ദോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. ദൈവത്തിന് സ്നേഹിക്കപ്പെടുന്നവർക്ക് മാത്രം, ദൈവത്തിൻ്റെ രാജ്യത്തിലാക്കി വെച്ചിരിക്കുന്നവർക്ക് എന്നും എപ്പോഴും സമാധാനം സ്നേഹവും സന്തോഷവും തരുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് ഒന്നേ പ്രാർത്ഥിക്കാനുള്ളൂ. ഏവർക്കും ആ സന്തോഷവും സമാധാനം കൊടുക്കുവാൻ കഴിയുന്ന രക്ഷിക്കപ്പെടുന്ന ഏക ദൈവം, രക്ഷിതാവായ ദൈവം നമ്മുടെ കർത്താവ് മാത്രം. നമുക്ക് സകല പാപത്തിനെയും നമ്മൾ കഴുകിയ ദൈവം, ആ തിരുരക്തത്താൽ മാത്രമേ നമുക്ക് ഏക രക്ഷയുള്ളൂ. ഈ ഭൂമിയിൽ ഒരിക്കലുമില്ല രക്ഷ എന്നോർത്തുകൊള്ളുവിൻ. സകലവും ശോധന നല്ലതും മുറുകെ പിടിപ്പിൻ. ആമേൻ.